മെയ്ദിനെ ആ ചെറിയ സ്പാനർ അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്തെത്ര ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടോ? ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ കേൾക്കുന്നത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. എന്താ ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലയന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ. ഞങ്ങളെ വെച്ചെടുക്കുന്ന ആ രണ്ട് കൈകളിലും ചോദിച്ചു നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ നേരം ഇവിടെ ചോദിക്കുന്നുണ്ട്. മോശമാണ് ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാത്തത് നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടനം. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ദൈവമേ, അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയതേ ഉള്ളൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.